നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗാസയിലെ ഹമാസിന്റെ ഉരുക്കുകോട്ടകൾ തകർത്തെറിഞ്ഞ ഇസ്രയേൽ സേനയിലെ കരുത്തന്മാർ ഫോർഡോയിൽ നുഴഞ്ഞു കയറിയെന്നുള്ള വിവരങ്ങൾ പുറത്ത്. വെടിനിർത്തലിന് മണിക്കൂറുകൾക്ക് മുന്നേ ഇസ്രയേൽ പയറ്റിയ പ്ലാൻ ബി. പാതാളം വരെ പരന്നുകിടക്കുന്ന ഫോർഡോ പൂർണ്ണമായും നശിച്ചോ എന്ന് ഉറപ്പുവരുത്താൻ ഇസ്രയേലിന്റെ കടുത്ത ശ്രമമാണ് നടക്കുന്നത്. അതിന് തുരങ്കം തകർക്കാൻ കെൽപ്പുള്ള കരുത്തർ യഹലോം യൂണിറ്റിനെ ഫോർഡോയിൽ ഇറക്കിയെന്നാണ് സൂചനകൾ. വെടിനിർത്തലിന് കളമൊരുങ്ങുന്നുവെന്ന് ബോധ്യപ്പെട്ട ഘട്ടത്തിലാണ് ഇസ്രയേൽ പുതുതന്ത്രം പയറ്റിയിരിക്കുന്നത്. ഇറാന്റെ കണ്ണു വെട്ടിച്ച് യഹലോം അകത്ത് കടന്നുവെന്ന ചില അഭ്യൂഹങ്ങൾ വരുമ്പോൾ നിരീക്ഷണത്തിന് ഇറാൻ സേന ഇറങ്ങിയിട്ടുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ കണ്ടെത്തുമായിരിക്കും. പക്ഷേ ഒരു കല്ലിളക്കാൻ തലകുത്തി നിന്നാലും ഇസ്രയേലിന് കഴിയില്ലെന്ന ആ വെല്ലുവിളിക്ക് വലിയ വിലയാണ് ഇറാൻ കൊടുക്കേണ്ടി വന്നത്. നതാൻസും ഇസ്ഫഹാനും ഫോർഡോയും ഇസ്രയേൽ കയറി അടിച്ച് തരിപ്പണമാക്കി. ഫോർഡോ ആണവ നിലയത്തിൽ ജൂതപ്പടയുടെ മിസൈൽ വർഷമായിരുന്നു. ഫോർഡോയിൽ അമേരിക്കയും ആക്രമണം നടത്തിയിരുന്നു. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഫോർഡോയിൽ പ്രയോഗിച്ചത്. വൻ നാശം ഈ കേന്ദ്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഫോർഡോ ഇനി പ്രവർത്തിക്കില്ലെന്ന ഉറപ്പാണ് ഇസ്രയേലിന് വേണ്ടത്. അതിനുവേണ്ടി ഫോർഡോയ്ക്കുള്ളിലെ എല്ലാ തുരങ്ക വഴികളും അറകളും തകർക്കാനാണ് പ്ലാൻ. അതിന് യഹലോം യൂണിറ്റിനെ കഴിയൂ. ഈ ഗ്രൂപ്പ് ഇറാനിൽ കാലുകുത്തിയിട്ടുണ്ട് എന്നാണ് ചില ഇറാൻ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് പുറത്തുവിടുന്നത്. മൊസാദ് ചാരന്മാരെയും ഇസ്രയേലിന് വേണ്ടി ചാരപ്പണിയെടുക്കുന്ന ഇറാനികളെയും കണ്ടെത്താൻ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് റവല്യൂഷണറി ഗാർഡ്. അവരുടെ കണ്ണ് വെട്ടിച്ചു വേണം ഫോർഡോയിൽ കയറി ബാക്കി പണി നടത്താൻ യഹലോം യൂണിറ്റിന്. തുരങ്ക ശൃംഖലയിലായിരുന്നു ഹമാസിന്റെ അഹങ്കാരം. പെരുച്ചാഴി കോട്ടകളെല്ലാം തകർത്തെറിഞ്ഞത് യഹലോം യൂണിറ്റ് ആണ്. അതോടെ ഹമാസിന്റെ തലയാണ് തകർന്നത്. ഈ പ്ലാൻ തന്നെയാണ് ഇറാനിലും പയറ്റുന്നതത്രേ. തുരങ്കങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇസ്രയേൽ സൈന്യത്തിന് പ്രത്യേക യൂണിറ്റുകളും യുദ്ധോപകരണങ്ങളും ഒക്കെയുണ്ട്. IDF കോംബാറ്റ് എഞ്ചിനീയറിംഗ് കോർപ്സിന് യഹലോം യൂണിറ്റ് പോലെയുള്ള പ്രത്യേക യൂണിറ്റുകളുണ്ട്. ടണലുകളിലെ യുദ്ധം നിയന്ത്രിക്കാനായി ഇസ്രയേൽ രൂപീകരിച്ചതാണ് യഹലോം എന്ന സവിശേഷ കമാൻഡോ യൂണിറ്റ്. അതിലെ സൈനികർ തുരങ്കങ്ങൾ കണ്ടെത്തുന്നതിലും നശിപ്പിക്കുന്നതിലും വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. ഭൂഗർഭ യുദ്ധങ്ങൾക്കായും ഇസ്രയേലിന് ആയുധങ്ങളുണ്ട്. തുരങ്കങ്ങളിൽ അന്വേഷണം നടത്താൻ പരിശീലനം ലഭിച്ച ഒക്കെറ്റ്സ് എന്ന നായ്ക്കളുടെ യൂണിറ്റുമുണ്ട്. തുരങ്ക യുദ്ധത്തിൽ വൈദഗ്ധ്യമുള്ളവരുടെ ഇസ്രയേൽ സേന ഗാസ അധിനിവേശത്തിനായി തീവ്ര പരിശീലനം അന്ന് നടത്തിയിരുന്നു. ഹമാസ് തുരങ്കങ്ങളെ അനുകരിച്ച് നിർമ്മിച്ച തുരങ്കങ്ങളിലായിരുന്നു പരിശീലനം നടത്തിയത്. ഗാസയിലെ തുരങ്കങ്ങൾക്കും ഇറാന്റെ ഭൂഗർഭ കോട്ടകൾക്കും ഏകദേശം സാമ്യങ്ങളുണ്ട്. കാരണം ഇറാന്റെ തുരങ്ക മാതൃകയിലാണ് ഹമാസും ഗാസയിൽ തുരങ്കം കെട്ടിപ്പൊക്കിയത്. ഒരു വ്യത്യാസമുള്ളത് ഹമാസ് തുരങ്കങ്ങളെക്കാൾ ആഴമേറിയതാണ് ഇറാനിലെ തുരങ്കങ്ങൾ. അത് പർവ്വതങ്ങൾക്കടിയിലൊക്കെയാണ്. ഇത് പ്രതിസന്ധിയുമാണ്. എന്നാൽ ഇവിടം തകർക്കാൻ യഹലോം യൂണിറ്റിന് കഴിയും. യഹലോം യൂണിറ്റിന് പ്രത്യേകം ആയുധങ്ങളും ബോംബുകളും ഒക്കെ ഉണ്ട്. സ്പോഞ്ച് ബോംബുകളാണ് അവയിൽ പ്രധാനം. ബോംബ് എന്ന് പേരുണ്ടെങ്കിലും സ്പോഞ്ച് ബോംബിൽ സ്ഫോടക വസ്തുക്കളില്ല. കെമിക്കൽ ഗ്രനേഡുകളാണ് ഇവ. ബോംബ് പ്രവർത്തിക്കുമ്പോൾ പുറത്തേക്ക് തെറിക്കുന്ന പത പെട്ടെന്ന് വ്യാപിക്കുകയും ഘനീഭവിക്കുകയും ചെയ്യും. ഗാസയിലെ തുരങ്കങ്ങളിൽ ആക്രമണത്തിനിറങ്ങിയ യഹലോം യൂണിറ്റ് ഈ തുരങ്കങ്ങളുടെ കവാടങ്ങളും മറ്റു രഹസ്യ വഴികളും ഒക്കെ അടയ്ക്കാനായി സ്പോഞ്ച് ബോംബുകൾ ഉപയോഗിച്ചിരുന്നു. ഒരു പ്ലാസ്റ്റിക് കാരിയറിനുള്ളിൽ 2 ദ്രാവകങ്ങൾ അടങ്ങിയതാണ് സ്പോഞ്ച് ബോംബ്. ഇവയെ തമ്മിൽ വേർതിരിക്കുന്നത് ഒരു ലോഹപ്പാളിയാണ്. ബോംബ് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ലോഹപാളി നീങ്ങുകയും ദ്രാവകങ്ങൾ തമ്മിൽ കലരുകയും ചെയ്യും. ഇതോടെയാണ് ബോംബ് പ്രവർത്തിക്കുന്നത്. ഇസ്രയേൽ സേന 2021 മുതൽ ഇത്തരം ബോംബുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. യഹലോം ഗ്രൂപ്പിന് ഫോർഡോയിൽ നുഴഞ്ഞു കയറാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഫോർഡോയിലെ പോലെ തന്നെ നതാൻസിലും ഇസ്ഫഹാനിലും ഇസ്രയേലിന് നിരീക്ഷണം നടത്തേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ അതെല്ലാ കാലത്തും ഒരു സംശയമായി തന്നെ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രയേൽ കയറി അടിച്ചിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്കാണ്. ഇനിയുള്ള കാലത്ത് ആ ആണവ കേന്ദ്രങ്ങളിൽ ഒരു തരത്തിലുമുള്ള പരീക്ഷണങ്ങൾ നടത്താൻ ഇറാന് കഴിയരുത്. അതിനുവേണ്ടിയാണ് അത് തച്ചു തകർക്കാൻ തുനിഞ്ഞിറങ്ങിയത്. ഈ ഘട്ടത്തിലാണ് ഇസ്രയേൽ ആ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർന്നടിഞ്ഞിട്ടുണ്ടോ എന്ന് കണ്ടെത്താനും തകർന്നടിഞ്ഞിട്ടില്ല എങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി തകർക്കാൻ യഹലോം യൂണിറ്റിനെ നിയോഗിച്ചത്. ഫോർഡോയിൽ യഹലോം യൂണിറ്റിനെ ഇറക്കാൻ മറ്റൊരു കാരണവും കൂടിയുണ്ട്.
ഫോർഡോയിൽ ഇറാൻ ആക്രമണം പ്രതീക്ഷിച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഈ ആണവ കേന്ദ്രത്തിൽ ഉൾപ്പെടെ മുൻകൂട്ടിയുള്ള ഒഴിപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നും ചില ഇറാനിയൻ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അമേരിക്കൻ ആക്രമണത്തിൽ മാറ്റാനാകാത്ത നാശനഷ്ടങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇറാൻ ഉന്നത ഉദ്യോഗസ്ഥനായ മഹ്ദി മുഹമ്മദി എക്സിൽ കുറിച്ചത്. ഇറാൻ തങ്ങളുടെ എല്ലാ സമ്പുഷ്ടമായ ആണവ വസ്തുക്കളും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയതായി ഇറാന്റെ എക്സ്പെൻഡറി ഡിസേൺമെന്റ് കൗൺസിൽ അംഗം മൊഹസൻ റസായിയും വ്യക്തമാക്കിയിരുന്നു. അതായത് ഇറാൻ പറയുന്നത് ശരിയാണെങ്കിൽ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്നാണ്. ഇറാന്റെ ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾക്കൊന്നിനും തന്നെ ഇസ്രയേൽ ആക്രമണത്തിൽ ഒരു തരത്തിലുമുള്ള കേടുപാടുകളും ഉണ്ടായിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് ഇറാൻ. അമേരിക്കയുടെ മിന്നൽ ആക്രമണങ്ങൾക്കും ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ലെന്ന വാദം ഇറാനിൽ നിന്ന് ഉയരുന്നു. ഈ ഘട്ടത്തിലാണ് യഹലോം യൂണിറ്റ് കളത്തിൽ വരുന്നത്. ആണവ പരീക്ഷണങ്ങൾക്കുള്ളതെല്ലാം ഇവിടെ നിന്ന് മാറ്റിയെന്നുള്ള ഇറാന്റെ വാദം ഒന്നുകിൽ തോൽവി സമ്മതിക്കാനുള്ള നാണക്കേടാണ്. കാരണം നാണം കെട്ടുപോകും. ഇറാന്റെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം അമേരിക്കയും ഇസ്രയേലും തകർത്തു എന്ന് ലോകത്ത് വെളിവാകുന്നത്. 2, ഈ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം ഇസ്രയേൽ അവസാനിപ്പിക്കണം. അതിനുവേണ്ടിയുമാകാം ഇത്തരത്തിൽ ചില പ്രസ്താവനകൾ ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. എന്നാൽ എന്ത് വാദം ഉയർത്തിയാലും ആണവ പരീക്ഷണത്തിന് ഒരു കോട്ട വേണമല്ലോ ഇറാന്. പരീക്ഷണങ്ങൾ ലോകത്തിന് മുന്നിൽ നിന്ന് മറയ്ക്കുകയും വേണം. ആ കോട്ടകളാണ് ജൂതപ്പട ചിതറിച്ചത്. ഇനിയും ഫോർഡോ പോലെ ഒരു പാതാള ശൃംഖല ഉണ്ടാക്കാൻ വർഷങ്ങൾ വേണ്ടിവരും ഇറാന്. കനത്ത നാശം തന്നെയാണ് ഇതോടെ ഖമനേയിക്കും കൂട്ടർക്കും സംഭവിച്ചിരിക്കുന്നത്. യുഎസിന്റെ ആക്രമണത്തെ തുടർന്ന് അടിസ്ഥാന സൗകര്യങ്ങൾക്കുൾപ്പെടെ കേടുപാട് പറ്റിയതിനാൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇറാന് ഇനി ശേഷി ഉണ്ടാകില്ല എന്ന് യുഎസ് പറയുന്നുണ്ട്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് വളരെ അടുത്തെത്തിയിരുന്നു. എന്നാൽ നമ്മൾ അത് നശിപ്പിച്ചു. ഇതേ തുടർന്ന് ആണവായുധം നിർമ്മിക്കാൻ ഇനി ഇറാന് ശേഷിയില്ല എന്ന് യുഎസ് മാധ്യമമായ ഫോക്സ് ന്യൂസിനോട് വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞത്. ഇസ്രയേലും ഇറാനും സമ്പൂർണ്ണ വെടിനിർത്തലിന് സമ്മതിച്ചുവെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു വാൻസിന്റെ ഈ പരാമർശം. ഭാവിയിൽ ആണവശേഷി പുനർനിർമ്മിക്കുന്നതിൽ നിന്ന് ഇറാനെ തടയുമെന്നും വാൻസ് പറഞ്ഞു. ഇസ്രയേൽ ഒരു പ്രധാനപ്പെട്ട സൈനിക ലക്ഷ്യം നേടിയെടുത്തു. ഇറാന്റെ ആണവ പരിപാടി നശിപ്പിക്കാൻ അവർ ഞങ്ങളെ സഹായിച്ചു. ഇസ്രയേലിന് ഭീഷണിയായ ഇറാന്റെ മിസൈൽ ശേഷിയെയും അവർ നശിപ്പിച്ചു. ഇറാനെ സംബന്ധിച്ച് സമാധാനത്തിന്റെ പാത യഥാർത്ഥത്തിൽ പിന്തുടരാൻ ഇനി കഴിയും. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഭീകര ശൃംഖലകളെ പിന്തുണയ്ക്കുന്നതിലൂടെയും ഇപ്പോൾ പരാജയപ്പെട്ട ആണവായുധ നിർമ്മാണത്തിലൂടെയും യുദ്ധത്തിൽ മികച്ചവരല്ലെന്ന് തെളിയിക്കുകയാണ് ഇറാൻ, JD വാൻസ് പറഞ്ഞു. പ്രസിഡന്റ് ട്രംപ് ശരിക്കും റീസെറ്റ് ബട്ടൺ അമർത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മേഖലയിൽ ദീർഘകാല സമാധാനം ഉണ്ടാകട്ടെ, അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 12 ദിവസം എന്നത് മേഖലയുടെ ഒരു റീസെറ്റ് മൊമെന്റ് ആണെന്ന് പറയേണ്ടി വരും, വാൻസ് കൂട്ടിച്ചേർത്തു. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയ്ക്കും നെതന്യാഹുവും നന്ദി അറിയിച്ചു. പ്രതിരോധത്തിലെ പിന്തുണയ്ക്കും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുന്നതിൽ പങ്കാളിയായതിനും നന്ദി പറയുന്നതായി നെതന്യാഹു പ്രസ്താവനയിൽ അറിയിച്ചു. ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ കഴിഞ്ഞ ദിവസം ഖത്തറിലെ US താവളത്തിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയായിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപനം വന്നത്. അതേസമയം US താവളത്തിന് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റതായി വിവരമില്ല. ദുർബലമായ പ്രത്യാക്രമണമെന്ന് ഇതിനെ വിശേഷിപ്പിച്ച ട്രംപ് മുൻകൂട്ടി അറിയിച്ചതിന് നന്ദിയെന്നും പറഞ്ഞ് ഇറാനെ പരിഹസിച്ചിരുന്നു. US-ഉമായുള്ള ഏറ്റുമുട്ടലിന് ഇറാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും പ്രതീകാത്മക തിരിച്ചടിയായിട്ടാണ് ഖത്തറിലെ US വ്യോമത്താവളത്തിന് നേരെ നടന്ന ആക്രമണമെന്നുമാണ് നയതന്ത്രജ്ഞർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.